ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ ആരാധനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ലോകത്തിൽ സാധാരണയുണ്ട്. ഐഡൻറ്റിറ്റി ക്രൈസിസ്, തങ്ങൾ ആരാണ്, എന്താണ്, എന്തായിരിക്കുന്നു എന്ന് ഇങ്ങനെ വെളിപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുന്ന അതുപോലെ തന്നെ അത് പറയുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. തങ്ങൾ ആരാണ്, തങ്ങൾ എന്താണ്, എന്തായിരിക്കുന്നു എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളുകളുണ്ട്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ക്രൈസിസ് ഇപ്പോൾ സാധാരണ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു. പല ആളുകൾക്കും അവരുടെ മണ്ഡലങ്ങളിൽ അവരാരാണ്, ഒരു ക്രിസ്തു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, ദൈവത്തിൻ്റെ പൈതലാണെന്ന് അവർക്ക് പറയാൻ തക്കോണം സാധിക്കുന്നില്ല. വേദവസം പൊതിഞ്ഞു കെട്ടിയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എവിടെ ആന്നേലും അവനൊരു ക്രിസ്തുവിൻ്റെ ഭക്തനാണ്, ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ ഇടപെടലുകളിൽ അങ്ങനെ ഉണ്ടായിരിക്കും. അവൻ്റെ സാക്ഷ്യത്തിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ പ്രബോധനത്തിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളിൽ ഞായറാഴ്ച മാത്രമല്ല തിങ്കളാഴ്ചയും, ആരാധന സ്ഥലത്ത് മാത്രമല്ല ചന്തസ്ഥലത്തും, ദൈവത്തിന് സ്തോത്രം, എല്ലാ സ്ഥലത്തും നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ സെമിനാർ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ സെമിനാർ നടക്കുമ്പോൾ ഫീഡ്ബാക്കായിട്ട് ആ സെമിനാറിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം പേപ്പറുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ഏറ്റവും ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങൾ ആരാണ് എന്ന ഏറ്റവും ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തണം, നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരു ഫീഡ്ബാക്കിന് വേണ്ടി ഒരു പേപ്പറുകൾ ആ സെമിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കൊടുത്തു. ഓരോരുത്തരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ എഴുതി, അവരുടെ ഐഡൻറ്റിറ്റി അവരെഴുതി. അവർ വലിയ വലിയ ആളുകളാണ്, ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഞാൻ PhD പാസ്സായിട്ടുണ്ട്, എനിക്ക് ഇന്ന കുടുംബത്തിൽ ഞാൻ ജനിച്ചതാണ്, ഇന്ന വലിയ മന്ത്രിയുമായിട്ടൊക്കെ എനിക്ക് വലിയ ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ ആളുകൾ ഇങ്ങനെ എഴുതി. ഒത്തിരി അവരെക്കുറിച്ച് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവരെഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് സമ്മാനത്തിന് അർഹമായ ഒരു പേപ്പർ തുട്ടിതായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിങ്ങനെ എഴുതി, ഞാൻ കർത്താവിൻ്റെ എളിയ ഒരു ദാസനാകും. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ ഒരു ദാസനാകുന്നു. കർത്താവിന് മഹത്വം. യോഹന്നാൻ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഇന്നത്തെ ചിന്തയ്ക്കായി, പ്രബോധനത്തിനായി, ദൂതിനായിട്ട് ഞാൻ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏവർക്കും അറിയാം, യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ എന്നുള്ള പേരോടുകൂടി സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ 5 യോഹന്നാന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, 5 യോഹന്നാന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. അതിൽ ഈ പറയുന്ന യോഹന്നാൻ ഒരുപോലെ സുവിശേഷം എഴുതുവാനും ലേഖനം എഴുതുവാനും പ്രവചനം എഴുതുവാനും, അങ്ങനെ ആ കാറ്റഗറിയിൽ ഇത്രയും 3 കാര്യങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ സാധിച്ച ഏക വ്യക്തിത്വം യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം, ആവർത്തിച്ച് പറയാം. സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം, ലേഖനങ്ങൾ 1, 2, 3 ലേഖനങ്ങൾ, പ്രവചനം, വെളിപ്പാട് പുസ്തകം ഒരുപോലെ എഴുതുവാൻ ദൈവനിയോഗം കൊടുത്ത ദൈവദാസനായിരുന്നു യോഹന്നാൻ. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരെ, പല ആളുകൾ തൻ്റെ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അത് 98 AD, ഏകദേശം 98 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചുവെങ്കിൽ ജെറോം എന്ന് പറയുന്ന സഭാ ചരിത്രകാരൻ പറയുന്നത് പോലെ, യൂസേബിയസൊക്കെയും പറയുന്നത് പോലെ, അങ്ങനെയുള്ള ആളുകളൊക്കെയും പറയുന്നത് പോലെ, യോഹന്നാൻ ജീവിച്ചിരുന്ന കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ പല പ്രമുഖരായിട്ടുള്ള ആളുകൾ പിന്നെ സഭാചരിത്രത്തിൻ്റെ താളുകളിൽ കാണുന്നുണ്ട്. പോളിക്കാർപ്പ് തുടങ്ങിയ ആളുകൾ, അതവിടെ നിൽക്കട്ടെ. ഈ കർത്താവിൻ്റെ ദാസൻ യോഹന്നാന് പല കാര്യങ്ങളൊക്കെയും തന്നെ വെളിപ്പെടുത്തുവാൻ പറയുവാനുണ്ടെങ്കിലും
തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് എന്താണ്? അത് വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു പഠനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. വെളിപ്പാട് സ്വതാധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. എല്ലാ വാക്യങ്ങളും എല്ലാവർക്കും വായിക്കാനുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർന്ന് വായിക്കാമെന്ന് പറയുന്നത്. 9-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ബൈബിൾ തുറന്ന്, എല്ലാവരും വേദവസ്തം തുറന്ന്, പ്ലീസ് കുഞ്ഞുങ്ങളെല്ലാവരും വേദവസ്തം തുറന്നാട്ടെ, ബൈബിൾ തുറന്നാട്ട്. എന്നിട്ട് വെളിപ്പാട് സ്വതാധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമ്മളിപ്പിന്നെ വായിക്കുകയാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്ത ദിവസത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇതൊരു കർത്ത ദിവസമാണ്, ഇത് ആരാധനയുടെ ഒരു ദിവസമാണ്. ദൈവത്തെ നമ്മൾ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ആരാധനയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാപിക്കാനുണ്ട്, വിടുതലൊക്കെ, സൗഖ്യം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ആരാധനയിൽ സമയമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നതിനെ ഓർത്തുകൊണ്ട് കിട്ടണമെന്നുള്ള ചിന്തകളോട് മാത്രമല്ല ഇരിക്കേണ്ടത്. ദൈവം നമ്മെ ഇങ്ങനെ കൊണ്ടുവന്നാക്കിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീരണം. കർത്താവിന് മഹത്വം. ഇവിടെ യോഹന്നാൻ ഈ സഭാചരിത്രത്തിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന പേരോടുകൂടിയുള്ള ആളുകൾ സ്പെഷ്യലൈസായിട്ട് ചില കോൺട്രിബ്യൂഷൻസ് ദൈവസഭയിൽ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, ജോൺ ഹസ്സിനെ കുറിച്ച് നമുക്കറിയാം, അത് ജോൺ വെസ്ലിയെക്കുറിച്ച് നമുക്കറിയാം, ജോൺ വിക്ലിഫിനെ കുറിച്ച് നമുക്കറിയാം, ജോൺ കാൽവിനെക്കുറിച്ച് അറിയാം. അതൊക്കെ ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവരൊക്കെയും ഓരോ കാലയളവിൽ ഓരോ സമയങ്ങളിൽ, അതെ, കർത്താവിൻ്റെ ദാസൻ അറിയാം, ദൈവദാസന്മാർക്കൊക്കെ അറിയാം. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ദൈവവചന ചിന്തകളാണ് കാൽവനിസം എന്ന് പറയുന്ന ദൈവവചന ചിന്തകൾ. ജോൺ വിക്ലിഫ് ആരായിരുന്നെന്ന് ചോദിച്ചാൽ, വേദവസ്തം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ. ഹല്ലേലൂയ. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ട് കിങ് ജെയിംസ് വേർഷനാണ് മലയാളീകരിച്ച് 200 വർഷമായി നമ്മുടെ കയ്യിൽ ലഭിച്ചു. നമ്മുടെ കയ്യിൽ മലയാളം ബൈബിൾ കിട്ടുവാൻ കാരണമായി ഭവിച്ച, അതിൻ്റെ പുറകിൽ അധ്വാനിച്ച ജോൺ വിക്ലിഫ്, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ജോൺ വെസ്ലി, ജോൺ എന്നുള്ള പേരോടുകൂടിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ, ജോൺ ഹസ്സോ, ജോൺ കാൽവിനോ, ജോൺ വിക്ലിഫോ, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ഇവരൊക്കെയും ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരാകയാൽ ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തേലും പ്രയോജനപ്പെടുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഞാനിവിടെ ആരാധന തുടങ്ങുന്ന അവസരത്തിൽ യെശയ്യാപ്രവചനം 22-22 വാക്യം വായിച്ചു. ഞാൻ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ദൂതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് ചില വാക്യങ്ങൾ എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വാക്യമാണ് യെശയ്യാ 22:22. ദൈവം നമുക്കൊരു വാതിൽ തുറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഫലം ആ കുടുംബത്തിനും, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥനാ ഫലം ആ സഭയ്ക്കും അനുഗ്രഹമായിട്ട് തീരും. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തിക്ക് കിട്ടുന്ന മറുപടി ആ ഭവനത്തിലുള്ള എല്ലാവർക്കും മറുപടിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ ഒരു അംശം ആ വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കും. അതുപോലെ ഒരു സഭയിൽപ്പെട്ട ഒരു ദൈവദാസനോ ദാസിയോ ഒരു മെമ്പറോ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മറുപടി ആ സഭയ്ക്കുള്ള മറുപടി കൂടിയാണ്, ആ സഭയ്ക്കുള്ള അനുഗ്രഹം കൂടിയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ എത്രയോ അനുഗ്രഹത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. കർത്താവിന് മഹത്വം. യോഹന്നാനെക്കുറിച്ച് ഇവിടെ പറയുന്നത്
നിങ്ങളുടെ സഹോദരനാണ്. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലെയും കൂട്ടാളിയാണ്. യേശുവിൻ്റെ എന്തെല്ലാം കാര്യത്തിൽ? യേശുവിൻ്റെ, കുഞ്ഞുങ്ങളെ പറഞ്ഞേ, യേശുവിൻ്റെ കഷ്ടതയിലും, പിന്നെന്തുവാ, രാജ്യത്തിലും, പിന്നെന്തുവാ, സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം, വെളിപ്പാട് 1:9 വാക്യം, ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. ഒരു കാര്യം ഓർക്കണേ, ഇവിടെ തമ്പേറില്ല, പാട്ടില്ല, കൊട്ടില്ല, ചുറ്റുവട്ടത്തെ ആളുകളൊന്നുമില്ല. ഇതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ആരാധിക്കാനൊരു സുഖമാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ ആരാധിപ്പാനൊരു സുഖം. പക്ഷെങ്കിൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവരും ഓർക്കണം. പത്മോസ് എന്നുള്ള ദ്വീപിൽ, പത്മോസ് ദ്വീപിൽ അതെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ രക്തസാക്ഷികളായിട്ട് മരിക്കുന്ന ആളുകളുടെ ശവങ്ങൾ അതെ കൊത്തിത്തിന്നുവാൻ, ശ്വാസം തീരാൻ തുടങ്ങുന്ന ആളുകളെ അതേ ആ ഭക്ഷിക്കുവാനുള്ള കഴുകന്മാർ വട്ടമിട്ടിങ്ങനെ ആകാശത്തിൽ പറക്കുകയാണ്. അസ്ഥികുടങ്ങൾ അവിടെയും ഇവിടെയും ചുറ്റുവട്ട അസ്ഥികുടങ്ങൾ, അതെ ഡൊമിഷ്യൻ കൈസറുടെ കാലത്തുണ്ടായിരുന്ന ആ കാലത്തുള്ള പീഡയുടെ ബാക്കി പത്രമായി അവിടെ ആ പത്മോസ് എന്നുള്ള ദ്വീപിൽ രക്തസാക്ഷികളുടെ അതെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്ന പശ്ചാത്തലത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ ഓർക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചകളിൽ എഫെസോസിൽ വന്നിരുന്ന് വിശുദ്ധന്മാരുടെ നടുവിലിരുന്ന്, കർത്താവിന് മഹത്വം, വിശ്വാസികളുടെ നടുവിലിരുന്നു കൊണ്ട്, എഫെസോസിൽ വിശുദ്ധന്മാരുടെ നടുവിലിരുന്നു കൊണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീനെന്ന് പറയുമ്പോൾ കാതോർക്കുന്ന വിശ്വാസി സമൂഹം, കൈയടിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ നടുവിൽ യോഹന്നാൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ആരാധിച്ചെൻ്റെ ഓർമ്മകളോടുകൂടെ ദൈവത്തിൻ്റെ ദാസനിരിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മാവിവശതയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണയായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളുടെ മുമ്പിൽ എത്ര വലിയ ചോദ്യമായിരുന്നാലും, എന്ത് രോഗമായിരുന്നാലും, എന്ത് കഷ്ടമായിരുന്നാലും, എന്ത് പ്രതിബന്ധമായിരുന്നാലും, എന്ത് പ്രശ്നമായിരുന്നാലും, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ, ആരാധിക്കുവാൻ ഒരിടം കാണുന്നു, ഒരു സ്ഥലം കാണുന്ന കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. ആരാധിപ്പാൻ ഒക്കത്തില്ല, സമയമില്ല, സ്ഥലമില്ല, ഒക്കത്തില്ല എന്നുള്ള കാര്യങ്ങളാണ് എവിടെയും മുഴങ്ങി കേൾക്കുവാൻ തക്കനടിയായിത്തീരുന്നത്. ഇതാ ക്രിസ്മസിൻ്റെ സീസൺ കൂടിയാണല്ലോ. ക്രിസ്മസിൻ്റെ സീസണിൽ ഒരിക്കൽ ഒരു ടാബ്ലോ ഇങ്ങനെ ഒരു സ്ഥലത്തെ ക്രിസ്മസിനെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യനിൽ ഉണർത്തുവാൻ വേണ്ടി ഒരു ടാബ്ലോ ഇങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ പ്രകടമാക്കി. അതിനകത്ത് യേശുവിൻ്റെ അമ്മ മറിയായിട്ട് ഒരാൾ ഇങ്ങനെ അഭിനയിക്കുകയാണ്. യഹൂദന്മാരുടെ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ചെയ്ത് മറിയ ഇങ്ങനെ നടക്കുന്നു. മുൻപിൽ യോസഫ് യഹൂദന്മാരുടെ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ധരിച്ച് യോസഫ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. അങ്ങനെ പോയി വഴിയമ്പലത്തിൽ വന്ന് കൊട്ടുകയാണ്. കൊട്ടുമ്പോൾ ആ വഴിയമ്പലത്തിലുള്ള അതിൻ്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്ന് ആ പശ്ചാത്തലത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇറങ്ങി വന്ന്, ഇവിടെ ഇടമില്ല എന്നാണ് പറയേണ്ടത്, ഇവിടെ ഇടമില്ല, അങ്ങനെയാണ് പഠിപ്പിച്ചത്. ആ ഡ്രാമയിൽ ആ ടാബ്ലോയിൽ അങ്ങനെയാണ് പഠിപ്പിച്ച് വച്ചിരുന്നത്. അങ്ങനെ വേണം പറയുവാൻ. ആ ടാബ്ലോ ഇങ്ങനെ നടക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയെ താങ്ങി പിടിച്ചുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് ഞാൻ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ അതേ ഗലീല യഹൂദിയിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് കടന്നു വന്ന യേശുവിൻ്റെ അമ്മ മറിയയും യോസഫും
85 മൈലുകൾ യാത്ര ചെയ്ത് ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് മീഖാഞ്ചിന്റെ 2 കാണുന്നത് പോലെ, യെശയ്യാ 9:6 കാണുന്നത് പോലെ, യെശയ്യാ 14 കാണുന്നത് പോലെ, ഉൽപ്പത്തി 3:15 വായിക്കുന്നത് പോലെ യേശു ബേത്ലഹേമിൽ ജനിക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ട് അവരാ സ്ഥലത്തു നിന്ന് നസ്രത്തിൽ നിന്ന് 85 മൈൽ യാത്ര ചെയ്ത് അവർ ബേത്ലഹേമിൽ എത്തി. അവിടെ എത്തിയപ്പോൾ പ്രസവിപ്പാനുള്ള സമയമായി. പ്രസവിക്കുവാനുള്ള സ്ഥലം ഇടമില്ലാതെ യോസഫ് മറിയെ താങ്ങി പിടിച്ചുകൊണ്ട് ആ ടാബ്ലോയിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കരയുകയാണ്. അയ്യോ, ദയനീയമായ കാഴ്ച. യേശുവിന് ജനിക്കുവാനുള്ള സ്ഥലമില്ലല്ലോ. ദയനീയമായിട്ടുള്ള കാഴ്ച ഇങ്ങനെ കാണുകയാണ്. കർത്താവിന് മഹത്വം. ആളുകളെല്ലാം കരയുവാൻ തുടങ്ങി. ഈ യോസഫ് വന്ന് വാതിലുകൾ മുട്ടുകയാണ്. വഴിയമ്പലക്കാരൻ്റെ വാതിൽ മുട്ടുകയാണ്. മുട്ടുമ്പോൾ ആ വഴിയമ്പലത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിട്ട് അഭിനയിക്കുന്ന ആൾ വന്ന് പറയേണ്ടത് ഇവിടെ ഇടമില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഇടമില്ല എന്നാണ് പറയേണ്ടത്. എന്നാൽ ഈ കാഴ്ച കണ്ടപ്പോൾ അങ്ങനെയാണ് ട്രെയിനിങ് കിട്ടിയെങ്കിലും, ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ട്രെയിനിങ് ലഭിച്ചെങ്കിലും മറിയെ താങ്ങി പിടിച്ചോണ്ട് യോസഫ് ഇങ്ങനെ വന്ന് എൻ്റെ ഭാര്യയ്ക്ക് പ്രസവിപ്പാൻ ഒരു സ്ഥലം തരാമോ, ഇടം തരാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാതെ മനുഷ്യത്വത്തിൽ, ഹ്യൂമാനിറ്റിയിൽ, മനുഷ്യത്വത്തിൽ പറയേണ്ടത് ഇവിടെ ഇടമില്ലെന്നാണ്. എന്നാൽ അന്നേരം പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയി, ഇവിടെ ഇടമുണ്ടെന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അതേ, ഇടങ്ങളെങ്ങൊരു സ്ഥലത്തും ഇടമില്ലാതിരിക്കുമ്പോൾ, ഒരു ഭവനത്തിലും യേശുവിന് ഇടമില്ലാതിരിക്കുമ്പോൾ ഒരു ദൂതുണ്ട്, ഒരു സന്ദേശമുണ്ട്. ഒരു സ്ഥലങ്ങളിൽ ഇടമില്ലാതിരിക്കുമ്പോൾ ഇടം കൊടുത്ത ക്രിസ്തു വിശ്വാസികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിന് മഹത്വം. എല്ലാവരും ചേർന്ന് കർത്താവിന് മഹത്വം അർപ്പിക്കും. ഇടം കൊടുത്ത ക്രിസ്തു വാഴുവാൻ ഇടം കൊടുത്ത കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. 1970 എൻ്റെ സാക്ഷി നാട്ടിലുള്ള ഇവിടെയുള്ള വിശ്വാസികൾക്കറിയാം, ഈ സഭ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നൊരു സഭയാണ്. കർത്താവിൻ്റെ ദാസൻ PC ചെറിയൻ പാസ്റ്റർ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ എൻ്റെ അനുജനെ പോലെ കാണുന്നൊരു ദൈവദാസനാണ്. അദ്ദേഹം എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലാണ് കാണുന്നത്. ഞങ്ങളെല്ലാവരും വെച്ചുചിറ സഭയിലെ മെമ്പേഴ്സാണ്. 1970 ഞാനിവിടെ റാന്നി സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഹല്ലേലൂയ, യേശുവിന്, സുവിശേഷത്തിന്, യേശുവിൻ്റെ വചനത്തിന് എൻ്റെ ഭവനത്തിലോ ഭവനത്തിൽപ്പെട്ട മറ്റാളുകളിലോ എൻ്റെ ഭവനത്തിലോ ഇടമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ഇടമുണ്ടെന്ന് പറയുവാൻ കർത്താവിന് മാത്രം, ഹല്ലേലൂയ, ഇവിടെ ഇടമുണ്ടെന്ന് പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ഇടം കൊടുത്ത, ആരാധിപ്പാൻ ഇടം കണ്ടെത്തിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കായിട്ട് ഞാൻ ഉറക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഈ അവസരത്തിൽ പറയുകയാണ്. കർത്താവിന് മഹത്വം. എന്താ പറയുള്ളവരെ, ദൈവത്തിൻ്റെ ആരാധന, ദൈവത്തിൻ്റെ സംസർഗം, ദൈവത്തിൻ്റെ കൃപ അത് ഉണ്ടാക്കുവാനൊരിടം. 132 സങ്കീർത്തനത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? 132 സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. 132 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിനൊരു വല്ലഭന് ഒരു നിവാസം കണ്ടെത്തുന്നതിന് വരെ ഞാൻ എൻ്റെ കൂടാരത്തിൻ്റെ വീട്ടിൽ കിടക്കുകയില്ല. എൻ്റെ ശയ്യമേൽ എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കയില്ല. എൻ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ ഒരു പ്രത്യേകമായിട്ടുള്ള ദാവീദിൻ്റെ ക്യാരക്ടർ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദാവീദ് ദൈവത്തിൻ്റെ യാഗപീഠവും ദൈവത്തിൻ്റെ ആരാധനയും പുനഃസ്ഥാപിക്കുവാൻ
ഒരു മനസ്സുള്ള ഒരു മനുഷ്യനായിട്ടാണ് ദാവീദിനെ നമ്മൾ കാണുന്നത്. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കുഴപ്പങ്ങളും കുറ്റങ്ങളൊക്കെ ദാവീദിനുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിലും ദാവീദിന് ഒരു നല്ല മനസ്സ്, ദൈവത്തിന് സ്തോത്രം. ആ മനസ്സിൻ്റെ ഒരു പ്രകടനമാണ് 2 ശമൂവേൽ 7:2. അത് ഇങ്ങനെ പറയുകയാണ്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കിടക്കുന്നു എന്ന് പറയുക. കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ ആരാധന ഉണ്ടാകുവാൻ ഒരിടം കണ്ടെത്തുന്ന, ഒരു സ്ഥലം കണ്ടെത്തുന്ന വിശുദ്ധന്മാർ. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിൽ എന്തു ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. യോഹന്നാനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ തന്നെ യോഹന്നാനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറ. യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളത് കണ്ടെത്തി കാണും. എങ്ങനെയാ? യേശു, ബാക്കി പറ. യേശു, അതെ, ഫ്ലോറിൽ നിന്ന് പറഞ്ഞാട്ടെ. യേശു സ്നേഹിച്ച ശിഷ്യൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാനെക്കുറിച്ച് യോഹന്നാൻ തന്നെ പറയുകയാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ മാർബോട്, യോഹന്നാൻ്റെ സുവിശേഷമാണ്. യേശുവിൻ്റെ മാർബോട് ചേർന്നിരുന്ന ശിഷ്യൻ. മാർബോട് ചേർന്നിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ സ്പന്ദനം, ഹൃദയത്തിൻ്റെ ഇടിപ്പ്, ദൈവത്തിൻ്റെ മനസ്സൊപ്പിയെടുക്കുന്ന വിശുദ്ധന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിനവിടെ എന്താണ് മനസ്സെന്ന് ഒപ്പിയെടുത്ത് നിൽക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നവർ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം, അത് ഒരു ചിന്തയാണ്, ആത്മീകമായിട്ടൊരു ചിന്തയാണ്. ദൈവത്തിന് ആളിനെക്കുറിച്ച് എന്താണ് മനസ്സുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ താലോലിച്ച് അങ്ങനെ ശുശ്രൂഷിക്കുന്നിടത്താണ് ദൈവകൃപ വെളിപ്പെടുന്നത്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാനെ തന്നെ ഇങ്ങനെ പറയുകയാണ്, യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന. യോഹന്നാൻ്റെ മർക്കോസിൻ്റെ സുവിശേഷം 3:14 വാക്യം. ഒത്തിരി വചനങ്ങളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 3:14 വാക്യത്തിൽ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ അവരെ പ്രസംഗിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ കൂടെ ഇരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നിങ്ങൾ എത്ര സമയം യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്? യേശുവിൻ്റെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ ഉപവാസമായിട്ടോ പ്രാർത്ഥനയായിട്ടൊക്കെ ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ നല്ലൊരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹം വേറൊരാളോട് പറഞ്ഞു, ഞാനിങ്ങനെ ഉപവാസവും പ്രാർത്ഥനയായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ആ ദൈവദാസൻ മറ്റേ ദൈവദാസൻ്റെ മുഖത്ത് നോക്കി, താങ്കൾക്ക് സമയം കിട്ടുമോ? താങ്കൾക്ക് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചിട്ട് ഒത്തിരി നാളായി, ദൈവം എന്നോട് ഇടപെട്ടിട്ട് ഒത്തിരി നാളായി, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ട് ഒത്തിരി നാളായി. കർത്താവിന് മഹത്വം. ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം ഹൃദ്യമായിട്ട് എന്നോട് ഇടപെട്ടിട്ട് ഒത്തിരി നാളായി. അങ്ങനെ ഞാൻ പറയുമ്പോൾ റെഫറൻസ് കൂടെ പറയണമെങ്കിലോ അത് ഫിനിഷ് ആകത്തുള്ളൂ. അതെന്തെന്ന് ചോദിച്ചാൽ 276 ആളുകളുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പൗലോസ് പോകുന്ന ഇറ്റലിയിലേക്ക്, ഇപ്പോഴത്തെ ഇറ്റലിയിലേക്കുള്ള പൗലോസിൻ്റെ
ആ യാത്ര, റോമിലേക്കുള്ള യാത്ര അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 276 ആളുകളുമായിട്ട് ഒരു കപ്പലിൽ ഇങ്ങനെ പോവുകയാണ്. കപ്പലിൽ പോകുമ്പോൾ ആ കപ്പലുള്ള എല്ലാ ആളുകളും, അതെ, ആ കപ്പലിൽ ക്രിസ്തു വിശ്വാസികളെന്ന് പറഞ്ഞാൽ തുലം ചുരുക്കമായിട്ട് ചില ആളുകൾ, അതിൻ്റെ പഠനമനുസരിച്ച് ലൂക്കോസ് അവിടെ ഉണ്ടാകാം, അങ്ങനെ 1-2 ആളുകളൊക്കെ ഉണ്ടാവാം പൗലോസിൻ്റെ കൂടെ. ബാക്കി എല്ലാവരും കുറ്റവാളികളായിട്ടാണ്, ഇവരെയും കുറ്റവാളികളായിട്ടാണ് കൊണ്ടുപോകുന്നത്. കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ്, ബാക്കി എല്ലാവരും കുറ്റവാളികളായിട്ടുള്ള ആളുകളാണ്. പട്ടാളക്കാരുണ്ട്, കപ്പലിൻ്റെ ഉടമസ്ഥനുണ്ട്, മാലൂമിയുണ്ട്, കപ്പൽ ജോലിക്കാരൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണം, 276 ആളുകളുണ്ട്. അവരത്രയും ആളുകൾ ഉള്ളപ്പോൾ പൗലോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, പണ്ട് ഞാൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ പറ, എങ്ങനെയാണ് പറഞ്ഞത്? അനേക വർഷം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത ദൈവത്തിൻ്റെ ദാസൻ. സ്തോത്രം. ഞാൻ കർത്തശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നോട് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? നീ എന്നോട് ഇടപെട്ടിട്ട് എത്ര ദിവസമായി? ദൈവത്തിൻ്റെ തിയോഫാനി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, തിയോഫാനി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ എന്ന് പറയുന്ന, യേശുവിൻ്റെ ദൂതെന്ന് പറയുന്ന ആ ദൂത ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടിട്ട് എത്ര നാളുകളായി? എനിക്ക് പൂർണ്ണമായിട്ടുള്ള നിശ്ചയമുണ്ട്, ഇന്ന് ചില ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സ്പർശിക്കുന്ന മാരി പോലെ, മഞ്ഞുപോലെ ദൈവകൃപ ഇറങ്ങി വരുന്ന നിമിഷത്തിനാടി ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ! ആ ഒരു അനുഭവം, ആത്മീയമായിട്ടുള്ള അനുഭവം ഇവിടെ നിൽക്കുമ്പോൾ എന്നിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ! കർത്താവിന് മഹത്വം. 276 ആളുകളെ അവരെല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ, ഏതാ കഴിഞ്ഞ മിനിഞ്ഞാന്നല്ലെന്ന്, കഴിഞ്ഞ വർഷമല്ലെന്ന്, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാണ്. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രത്യക്ഷതയുള്ള സ്പർശനമേറ്റ ദൈവമക്കൾക്കായിട്ട് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം, ഹുഡബ ഷന്തരതല ഠിയതല, ആത്മാവിലുള്ള സ്പർശനം ആത്മാവിൽ അനുഭവിക്കുന്ന വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ! ഓ ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ! പൗലോസ് പറയുകയാണ്, കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുൻപിൽ വന്ന് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഹൈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ ദൂതുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, പ്രബോധനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചൊക്കെയും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഇടപെടലുകളെക്കുറിച്ചൊക്കെയും നമുക്കൊക്കെയും പറയുവാനുണ്ട്. എന്നാൽ ഈ ദിവസം, കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സ്പർശനമേക്കുണ്ടായി എന്ന് പറയുന്ന വിശുദ്ധന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ! യേശുവിൻ്റെ നെഞ്ചത്തോട് ചാഞ്ഞിരുന്ന യോഹന്നാൻ അനേക വർഷം കഴിഞ്ഞിട്ട്, അതെ, എൻ്റെ ചിന്ത ഇങ്ങനെ പോവുകയാണ്, 7 വർഷം കഴിഞ്ഞിട്ട് പത്മോസ് എന്നുള്ള ദ്വീപിലിരിക്കുമ്പോൾ കൂട്ടു സഹോദരന്മാരില്ല, സഭയില്ല, ജനങ്ങളില്ല. അവിടെയും യേശുവിൻ്റെ മാർവിലിരിക്കുന്ന യോഹന്നാൻ. കർത്താവിന് സ്തോത്രം. മൈക്കലഞ്ചോ എന്ന് പറയുന്ന പ്രസിദ്ധ ചിത്രകാരൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ്വ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു രചന, ഒരു ചിത്രം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൽ യോഹന്നാൻ അപ്പോസ്തലൻ്റെ സ്ഥാനം യേശുവിൻ്റെ മാർവിലാണ്, യേശുവിൻ്റെ അടുത്താണ്, യേശുവിൻ്റെ ഏറ്റവും അടുത്താണ്. സ്തോത്രം. കർത്താവിനോട് അടുത്തിരിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ നാഗൽ സാഹിബ് എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമുണ്ട്, നാഗൽ, വി നാഗൽ. ഞാൻ സാധാരണ പറയാറുള്ള ഒരു, എൻ്റെ റെഫറൻസിൽ സാധാരണ ഞാൻ പറയാറുള്ള വി നാഗൽ എന്ന് പറയുന്ന
ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം ബാസൽ മിഷ്യൻ്റെ ആളായിരുന്നു. വി നാഗൽ ബാസൽ മിഷ്യൻ്റെ ആളായിരുന്നു. ബാസൽ എന്ന് പറഞ്ഞ സ്ഥലം അത് സ്വിറ്റ്സർലൻഡിൻ്റെ ജർമ്മനിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബാസൽ എന്ന് പറയുന്നത്. ഞാനവിടെ മുളക്കഴ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ഒരു ദൈവദാസൻ ആ ഭാഗത്ത് ശുശ്രൂഷയിൽ ഇപ്പോഴുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സ്ഥലത്ത് നെപ്പോളിയൻ്റെ യുദ്ധം വരുമ്പോൾ, നെപ്പോളിയൻ്റെ കാലത്ത് വലിയ യുദ്ധം ഇങ്ങനെ വരുമ്പോൾ, നെപ്പോളിയൻ ആരായിരുന്നു? സ്വേച്ഛാധിപതിയായിരുന്നു. നെപ്പോളിയൻ്റെ യുദ്ധം ഇങ്ങനെ വരുമ്പോൾ സഖ്യകക്ഷിയിൽപ്പെട്ട പട്ടാളക്കാർ ബാസൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉപവാസവും പ്രാർത്ഥനയും ഇരുന്നപ്പോൾ ദൈവാത്മാവ് ആ ഉപവാസവും പ്രാർത്ഥനയുടെ നടുവിൽ സഹോദരന്മാർ ആളുകൾ എഴുന്നേറ്റ് പ്രതിഷ്ഠ ഇങ്ങനെ നടത്തി. ആത്മീയ ഉണർവെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പോകാമെന്ന് തീരുമാനമെടുക്കുന്നതാണ് യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത്. ഹല്ലേലൂയ! എല്ലാവരും കർത്താവിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ പോകാം എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതുമാണ് ആത്മീയ ഉണർവെന്ന് പറയുന്നത്. അങ്ങനെ ആളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. വി നാഗലെന്ന് പറയുന്ന ദൈവദാസൻ അവിടുന്ന് ബാസൽ മിഷ്യൻ്റെ വേലക്കാരനായിട്ട് ഇന്ത്യയിൽ വരുന്നു, കുന്നംകുളത്ത് വരുന്നു, വടക്കേ കേരളത്തിൽ വരുന്നു. സംഭവം നടന്നതാണ്. കർത്താവിന് മഹത്വം. അദ്ദേഹം നമ്മൾ പാടുവാൻ ഒരു സായിപ്പ്, ജർമ്മൻ ഭാഷക്കാരനായ ഒരു സായിപ്പ്, ഇന്നത്തേക്ക് 150 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ പാടുവാൻ, ക്രിസ്ത്യാനികൾ പാടുവാൻ, കർത്താവിന് മഹത്വം. ആ ദൈവദാസൻ ഒരു പാട്ട് ചില പാട്ടുകൾ നമുക്ക് എഴുതി തന്നു. ആ പാട്ടൊക്കെയും പാടി അനേകം ആളുകൾ പ്രതിഷ്ഠിച്ചിട്ട്, എൻ പേർക്കേശു മാരിച്ചെന്നോ ഞാൻ വിശ്വസിക്കുന്നു, എൻ പേർക്കേശു മാരിച്ചെന്നോ ഞാൻ ഈ പാട്ടെഴുതിയ ദൈവദാസൻ സായിപ്പ്, ജർമ്മനിയിൽ നിന്ന് കടന്നു വന്ന സായിപ്പ്. നമുക്കറിയാം, ലോകമായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു ജർമ്മൻകാരെല്ലാം മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. കേരളത്തിലുള്ള ആളുകൾ പാടുവാൻ, ഏറ്റുപാടുവാൻ മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് എഴുതി തന്നു. കർത്താവിന് സ്തോത്രം. ആ പാട്ടിൻ്റെ ചരണങ്ങൾ ഇങ്ങനെയാണ്: യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. കർത്താവിൻ്റെ ദാസൻ അങ്ങനെ നമുക്ക് മലയാളികൾക്ക് പാടുവാൻ, മലയാള ഭാഷ പഠിച്ച് ഇവിടെയുള്ള നമുക്കിന്ന് പാടുവാൻ, ഈ സഭാരാധനയിൽ പാടുവാൻ നമുക്ക് എഴുതി തന്ന പാട്ടിൽ അതിൻ്റെ അർത്ഥമെന്താണ്? യേശുവെ പോലെയാകുവാൻ, യേശുവിൻ്റെ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, ചില ദൈവദാസന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ സഭയ്ക്ക് ജീവൻ പകരുന്നതാണ്. ഫോർത്ത് സ്ക്വയർ എന്ന് പറയുന്ന സഭയുടെ ആരംഭത്തിൽ അവർ 4 സ്ക്വയറുകളിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു 4 കാര്യങ്ങൾ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു 1, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു 2, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു 3, യേശു രാജാവായി വേഗം വരുന്നു 4. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 4th സ്ക്വയറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം, ഈ 4th സ്ക്വയർ, 4 സ്ക്വയറുകൾ. എന്താണ് 4 സ്ക്വയറുകൾ? നമ്മുടെ സുവിശേഷ പ്രസംഗത്തിൻ്റെ, നമ്മുടെ ആരാധനയുടെ, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഇടപെടലുകളുടെ
4 ചിന്തകൾ എന്താണ്? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. എല്ലാവരും പറഞ്ഞു യേശുക്രിസ്തു പാപികളെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറയണം. എല്ലാവരും ചേർന്ന് പറയാം. എത്രയും ശബ്ദത്തിൽ പറയാം, അത്രയും ശബ്ദത്തിൽ അങ്ങ് പറഞ്ഞു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. പോരാ 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 പോരാ. ഏകദേശമൊക്കെ ഒത്തു വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾക്ക് ഈ ആരാധന സ്ഥലങ്ങളിൽ വരുമ്പോൾ അവർക്ക് പിന്നെ ശബ്ദമില്ല, അങ്ങനെയുള്ള ചെറിയ കുഴപ്പമുള്ള ചെറിയൊരു പിന്മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ നമ്മുടെ തൊണ്ട തുറന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അനേക ആളുകൾക്ക് സംസാരിക്കാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു കാര്യം പറയാം. പണ്ട് ഒരു സുവിശേഷ പ്രസംഗം കുണ്ടറയിൽ ഇങ്ങനെ നടക്കുക, ഒരു ദൈവദാസൻ ഇങ്ങനെ നടത്തുക. കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. കുണ്ടറ അപ്പൂപ്പൻ എന്നാണ് പറയുന്നത്. അവിടെ നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സുവിശേഷം നിന്ന് അതിൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ, ആരാന്ന് പറയുന്നില്ല, അടുത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു വല്യപ്പൻ അത് പിടിച്ചില്ല. വല്യപ്പൻ ഇങ്ങോട്ട് വന്നിട്ട് അതാ സുവിശേഷം പറയുക. അപ്പോൾ അവിടെ നേർച്ചപ്പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്താണ് സുവിശേഷം പറയുക. ഒരു വല്യപ്പൻ ഇങ്ങോട്ട് വന്നിട്ട് വടിയൊക്കെ കുത്തി വന്നിട്ട് വല്യപ്പൻ വന്നിട്ട് ഈ ഉപദേശിയുടെ മുഖത്തോട്ട് നോക്കി. ഉപദേശിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് ഇച്ചിരി കാശ് എടുത്തിട്ട് കുറച്ച് 10 പൈസ എടുത്തിട്ട് ആ കുരിശിൻ തൊട്ടിയിലോട്ടിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൂപ്പ, കുണ്ടറ അപ്പൂപ്പ, ഇവൻ്റെ തൊണ്ട ഇപ്പോൾ തന്നെ ബന്ധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാങ്ക് 10 പൈസ അങ്ങോട്ട് ഇട്ടു. ആ ദൈവദാസൻ പിന്നെ പറഞ്ഞിങ്ങനെയാണ്, അന്ന് പുള്ളി ആ ദൈവദാസൻ്റെ തൊണ്ട തുറന്നതാ, പിന്നെ ഇതുവരെ അടഞ്ഞിട്ടില്ലെന്ന്. ദൈവത്തിന് സ്തോത്രമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, പലർക്കും തൊണ്ട തുറന്നൊരു സ്തോത്രം പറയാനുള്ള ശക്തി ഇല്ലാതിരിക്കുമ്പോൾ, കടക്കയിൽ കടക്കുമ്പോൾ, ഐസിയിൽ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നി ചൈതന്യത്തോട് വന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, കൈയടിക്കുവാൻ, സുവിശേഷത്തിൻ്റെ അകത്തുക എന്താണ്? സുവിശേഷം ചെന്നെത്തുന്ന ഇടമെന്താണ്? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ, എല്ലാവരും പറയാം രോഗികളെ. ആ സൗഖ്യം പ്രാപിച്ച എത്രയോ വിശുദ്ധന്മാരിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഏതെങ്കിലും ചെറിയ പെരുപ്പുകളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ പെരുപ്പുള്ള ഭാഗത്ത് കൈവച്ച് സ്തോത്രം ചെയ്ത് വിടുതൽ ലഭിച്ച ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ പെരുപ്പ് വന്നപ്പോൾ ആശുപത്രിയിലോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ എന്തെല്ലാം ചെക്കപ്പ്, ദൈവത്തിന് തിരിച്ചും മറിച്ചുമുള്ള ചെക്കപ്പ്, പിന്നീട് എന്തെല്ലാം കാര്യങ്ങൾ, അതിൻ്റെ പുറകിൽ എത്ര 1000 രൂപ. ദൈവത്തിന് സ്തോത്രം. ഒരു സ്തോത്രം കൊണ്ട് അത് മാറിയതിനായിട്ട് ഞാൻ കർത്താവിന് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഗ്ലോറി. ഞാൻ ഇന്ന് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ അനീഷിനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അനീഷ് ഹനിഫായും അപ്പോസ്തലരുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളാണ്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വഴിയോരത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുമ്പോൾ ഒരു ഹിന്ദിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഹിന്ദിക്കാരൻ്റെ റെഫറൻസിൽ അവർ ഒറീസയിലേക്ക് പോയി. അത് റെഫറൻസ് ഒന്നുമില്ല, ആകപ്പാടെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ കാണുന്ന പോലെ. ഞങ്ങളൊക്കെ പറഞ്ഞ് പോകല്ലെന്ന് പറഞ്ഞു. എന്നാലും അവർ രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് ആത്മീയ ശുശ്രൂഷ, ഭാഷയൊന്നും ആത്മീയ ശുശ്രൂഷയ്ക്ക് വിഷയമല്ല കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഭാഷയൊന്നും ആത്മീയ ശുശ്രൂഷയ്ക്ക് വിഷയമല്ലെന്ന് അങ്ങനെ വേദപുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന്
ഒരാളിന് അവിടെ ഒറീസയിലുള്ള ഒഡിയ ഭാഷ ഒഡിയ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല. ഒരു പെങ്കൊച്ച് എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, ഹിന്ദി എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, ഒഡിയ ഭാഷ മാത്രം പറയുന്ന ഒരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കൂടി ഇപ്പോൾ താമസിക്കുന്ന ഞങ്ങളുടെ സഭയിൽ വന്ന് ആരാധിക്കുന്നുണ്ട്. കർത്താവിന് മഹത്വം. അടുത്ത അവസരത്തിൽ ആ പെൺകുട്ടി, ആദിവാസി പെൺകുട്ടി, എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത പെൺകുട്ടി, ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടി, ആത്മനിറവിൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വലിയ വ്യത്യാസം അവർക്കുണ്ടായി. സ്വോത്രം 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 സ്വോത്രം. ഇത് കഥയൊന്നുമല്ല കേട്ടോ, ഇത് സംഭവമായി പറയുന്നത്. കഥയൊന്നും പറയല്ല, സംഭവം പറയുക. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യക്ഷമായ ആത്മീകമായിട്ടുള്ള അടയാളങ്ങൾ സഭയിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രത്യക്ഷമായ അടയാളങ്ങൾ ദൈവസഭയിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ പരസ്യം നടത്തുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ഒരു സഹോദരൻ, വേറെ വിഭാഗത്തിൽപ്പെട്ട, പരസ്യമായിട്ടൊന്നും ഞാൻ അങ്ങനെ ആദ്യം പറയുന്നില്ല, വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഓട്ടോറിക്ഷയിൽ വന്നിരുന്നു. വചനം കേട്ടു. അവിടുന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കൈകൾ കൂപ്പി വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു. പിന്നെ അദ്ദേഹത്തോടെ ഞങ്ങളുടെ ഒരു സഹോദരൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, യേശുദേവൻ സംസാരിക്കുന്നത് പോലെ ആദ്യമായിട്ട് തോന്നിയെന്ന്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എല്ലാം ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തിയററ്റിക്കലായിട്ട് പോകുന്ന ഒരു സമൂഹമാണ് പെന്തിക്കോസ് സമൂഹം. സ്തോത്രം. തിയറി പ്രാക്ടിക്കലായിട്ട്, സ്തോത്രം, പ്രാക്ടിക്കലായിട്ട്, തിയറി മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് പോകുന്ന ആത്മീകതയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും കൃപാവരങ്ങൾ അവസാനം പ്രാപിച്ചോണം കേട്ടോ. കർത്താവിന് മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും യേശുവിൻ്റെ നാമത്തിൽ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പാടിയപ്പോൾ, ആത്മാവ് നിറവിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ കർത്താവെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട അച്ഛ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ ആത്മനിറവിൽ ആരാധിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരികയായിരുന്നു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്തു ചെയ്യും? പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിയുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പകരും. ഞാൻ പറയാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ നിങ്ങളോട് പറയാം. റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ എടുക്കപ്പെടൽ നടക്കുന്നതിന് തൊട്ടുമുള്ള ദൈവത്തിൻ്റെ സഭ കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെടുന്ന സഭയായിരിക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിന് മഹത്വം. ഒരിടം ആരാധിപ്പാൻ, ഒരിടം കർത്താവിന് വേണ്ടി, ഒരിടം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതെ, സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. 20-ാമത്തെ വാക്യം. ഞാൻ വാതിക്കൽ നിന്ന് എന്തു ചെയ്യുന്നു? വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇങ്ങനെ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. സ്തോത്രം. വാതിൽ എന്ന് പറയുന്നതിന് മലയാള ഭാഷയിൽ ഇങ്ങനെ വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലേ എന്നൊക്കെ ഒരു മലയാള ഭാഷയിൽ ഒരു വ്യാഖ്യാനം ഒരിക്കൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. വാതിലെന്ന് പറഞ്ഞാൽ വാ ഇതിലേ, മതിലെന്ന് പറഞ്ഞാൽ മതി ഇതിലേ. പലരും മതിലാണ് കെട്ടിയിരിക്കുന്നത്. ദൈവം തമ്പുരാൻ വാതിൽ തുറക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പല കോട്ട മതിലുകളും. മതിൽ എന്ന് പറഞ്ഞാൽ അത് മലയാള ഭാഷയിലുള്ള ഒരു ചെറിയൊരു സ്വതന്ത്ര വ്യാഖ്യാനമാണ് കേട്ടോ. സ്വതന്ത്ര വ്യാഖ്യാനം.
ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതുന്ന പുസ്തകത്തിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്വതന്ത്ര വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര ഭാഷയിൽ ഒരു വ്യാഖ്യാനമാണ്. മതിലെന്ന് പറഞ്ഞാൽ മതി, ഇതിലെ മതിലം കെട്ടിവെച്ചിരിക്കുക, ഇവിടെ വരെ വരാവൂ. എന്നാൽ മതിലുകളെ പൊളിച്ച് ദൈവം തമ്പരാൻ വാതില് ഇതിലെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്നൊരു ദൂതുണ്ട്, ചിലരുടെ ഒരു ദൂതുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള മതിലുകൾ വാതിലുകളായിട്ട് ദൈവം തീർക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൂതായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ മുമ്പുള്ള മതിലുകൾ മാറി വാതിലുകളായി. ഹല്ലേലൂയ. വാതിൽ ദൈവം തുറക്കുന്ന അവസരമാണിത്. കർത്താവിന് മഹത്വം. ഞാൻ ഈ സമയത്ത് ആരാധന നിർത്തേണ്ടത് ആവശ്യമായിരിക്കുന്നത് കൊണ്ട്, അനേക വർഷം ഞാൻ ഒരു സഭയുടെ പാസ്റ്ററൊക്കെ ആയിരുന്നത് കൊണ്ട്, സമയത്തൊക്കെ നിർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്? നമ്മുടെ ഐഡൻറ്റിറ്റി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ സഹോദരനാണ്. പിന്നെന്തുവാ? വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതാണ് എൻ്റെ 9ഉം 10ഉം വാക്യങ്ങളാണ് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ പ്രമേയമായിട്ടിരിക്കുന്നത്. ആരും മറക്കരുത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എൻ്റെ കാര്യം മാത്രമല്ല, നമ്മളെല്ലാം സഹോദരന്മാരാണ്. സഹ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെയാണ് എന്തോ പറയുന്നത്? സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം സഹ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെയാണ് സഹോദരന്മാരെന്ന് പറയും. നിങ്ങളെൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്. ഹലോ, ബ്രദർ. ബ്രദർ എന്ന വിളി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിളിയാണ്. ബ്രദർ. സ്തോത്രം. ബ്രദർ എന്ന് പറഞ്ഞൊരു സഭ തന്നെയുണ്ട്. ആ സഭയുടെ ആരംഭം നിങ്ങൾക്കറിയാമോ? അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ കുമ്മനാട്ടാണ് താമസിക്കുന്നത്. ബ്രദറുകാരുടെ ആസ്ഥാനം അവിടെയാണ്. അയർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അന്നേ കാലത്തെ ക്രിസ്തു വിശ്വാസികളിങ്ങനെ നടന്നു പോകുമ്പോൾ, വേദവസമായിട്ട് നടന്നു പോകുമ്പോൾ, ഡബ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചിലപ്പോൾ ഈ സഭയപ്പെട്ട ആരെങ്കിലുമൊക്കെ അവിടെ കാണുമായിരിക്കാം കുഞ്ഞുങ്ങൾ. ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്തിങ്ങനെ നടന്നു പോകുമ്പോൾ നാട്ടുകാർ അവരെ നോക്കിക്കൊണ്ട് പറയും, ബ്രദേഴ്സ് പോകുന്നു, സഹോദരന്മാർ പോകുന്നു. അതിൽ നിന്നാണ് ബ്രദറൻ എന്നുള്ള വാക്ക് വന്നു. കർത്താവിന് മഹത്വം. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പൊങ്ങച്ചമൊന്നും പറയാനില്ല, എനിക്ക് ഈയോ ഒന്നും പറയാനില്ല. നിങ്ങളെൻ്റെ സഹോദരനാണ്, നിങ്ങളെൻ്റെ സഹോദരിയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെൻ്റെ ബ്രദറാണ്. അടുത്തിരിക്കുന്ന സഹോദരന്മാർ കൈ കൊടുത്ത് പറഞ്ഞാട്ട്, നിങ്ങളെൻ്റെ ബ്രദറാണ്, നിങ്ങളെൻ്റെ സഹോദരൻ. ഒരമ്മ പ്രസവിച്ച കാൽവറി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമുക്ക് ജന്മം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാൽവറി എന്ന സ്ഥലത്ത് നമുക്ക് ജന്മം നൽകി തന്ന, അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്. എൻ്റെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി നമ്മുടെ സഹോദരനാണ്. യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയാണ്. ദൈവവചന നിമിത്തം, യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം. സ്തോത്രം. ഇപ്പോൾ കർത്ത ദിവസത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ചരിത്രത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഡൊമേഷ്യൻ ചക്രവർത്തി സ്വയമായിട്ട് രാജാവാണെന്ന് പ്രഖ്യാപിച്ചു. കൈസർമാരെല്ലാം അങ്ങനെയായിരുന്നു. ജൂലിയസ് സീസർ അങ്ങനെയായിരുന്നു, ഓഗസ്റ്റോ സീസർ അങ്ങനെയായിരുന്നു, തിബരിയോസ് കൈസർ അങ്ങനെയായിരുന്നു, അതേ ട്രാജൻ അങ്ങനെയായിരുന്നു, ഡൊമേഷ്യൻ അങ്ങനെയായിരുന്നു, അങ്ങനെ നീറോ അങ്ങനെയായിരുന്നു. അവർക്കൊക്കെ ഒരു പ്രത്യേകത, അവരൊക്കെ മനുഷ്യ ദൈവങ്ങളായിട്ട് പ്രഖ്യാപിച്ചു. മനുഷ്യ ദൈവങ്ങളെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവർ ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ചു.
എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കും തോറും ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. കർത്താവിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്. അവർ പെരുകിക്കൊണ്ടിരുന്നു. പ്ലിനി എന്ന് പറയുന്ന പ്രസിദ്ധ ഗവർണർ, ഞാൻ ചരിത്ര പഠനങ്ങളോ പ്രസംഗമോ അല്ലല്ലോ, അല്ലെങ്കിൽ അതിലേക്ക് പോകാമായിരുന്നു. പ്ലിനി എന്ന് പറയുന്ന ഗവർണർ, അന്നത്തെ ചക്രവർത്തിയായിരുന്ന ട്രാജൻ ഒരു കത്തെഴുതി. ആ കത്ത് ഇപ്പോഴും ഉണ്ട്. പ്ലിനി എന്ന് പറയുന്ന ഗവർണർ, ബിഥൂന്യയിലെ ഗവർണർ, അന്നത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് കൂട്ടിയാൽ മതി. ട്രാജൻ എന്ന് പറയുന്നത് റോമൻ കൈസറാണ്. ട്രാജൻ എഴുതിയ കത്ത്. ആ കത്തിൻ്റെ അകത്ത് അന്നത്തെ ക്രിസ്ത്യാനിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ശ്രദ്ധിക്കണം. അന്നത്തെ ക്രിസ്ത്യാനികൾ, പ്രഭു, പ്ലിനി എഴുതുകയാണ്, പ്രഭു, നമ്മുടെ മധ്യേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ വളരെ രാവിലെ എഴുന്നേറ്റ് യേശു ദൈവം എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിക്കുന്നു. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. വളരെ രാവിലെ എഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് അവർ പാടുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെ ഞങ്ങൾ ചിലപ്പോൾ പാടാറുണ്ട്. ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരേനൊരു ദുരിതവും വരികില്ല. അവരെ ക്രിസ്ത്യാനികൾ വളരെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് യേശു ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നു. പ്രഭു, അവരെ ഉപദ്രവിക്കുന്നവരോ വളർന്നു വരികൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു പ്രത്യേകമായ ചൈതന്യമുണ്ടെന്ന് പ്ലിനി എഴുതി ക്രിസ്ത്യാനികളെക്കുറിച്ച്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന് മഹത്വം. ട്രാജൻ ചക്രവർത്തി ഡൊമിഷ്യൻ ചക്രവർത്തി കർത്താവിൻ്റെ ദാസനെ ഈജിയൻ സമുദ്രത്തിലുള്ള ആ സ്ഥലത്തേക്ക് വിട്ടെങ്കിലും തൻ്റെ ഐഡൻറ്റിറ്റി താൻ സൂക്ഷിച്ചു. താൻ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ചില ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അടയാളപ്പെടുത്തൽ, ഹുദരബ ഷത്തുരത, പരിശുദ്ധാത്മാവിൻ്റെ അടയാളപ്പെടുത്തൽ നമ്മുടെ വരുവാൻ തക്കവണ്ണം കരങ്ങളെല്ലാവരും ഒന്ന് മലർത്തി പിടിച്ചാട്ടെ. കരങ്ങളെല്ലാം ഹതാരതവല്ല ഷത്തുരബാര, കരങ്ങൾ എല്ലാവരും മലർത്തി പിടിച്ചാട്ടെ. കരങ്ങൾ ചുരുട്ടുകയല്ല, കരങ്ങൾ മലർത്തി പിടിച്ചാട്ടെ. ദൈവം എന്നെ പണിയണമേ, ദൈവം എന്നെ പണിയണമേ, ദൈവം എന്നെ പണിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് നമ്മൾ വൈപ്പിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങൾ ഇങ്ങനെ മലർത്തി പിടിച്ചാട്ട് ദൈവത്തിൻ്റെ സന്നിധി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. ആരാധിപ്പാൻ ഒരിടം, യേശുവിനൊരിടം, യേശുവിനൊരിടം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ, നിങ്ങളുടെ അനുഭവങ്ങളിൽ യേശുവിനൊരിടം. ഹദാരബ ഷാത്തുര. ഇടത്തിൻ്റെ ചുറ്റുവട്ടം വലിയ പ്രശ്നങ്ങളായിരിക്കാം, ചുറ്റുവട്ടത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളായിരിക്കാമെങ്കിലും ഒരിടം കാണുന്ന, ആരാധിപ്പാൻ ഒരിടം കണ്ടെത്തുന്ന, യേശുവിനായിട്ടൊരിടം കണ്ടെത്തുന്ന ക്രിസ്തുവിശ്വാസികൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടണം, ഏറ്റുപറയണം, കരയണം, കരയണം, ഒത്തിരി കരയണം, ഒത്തിരി പ്രാപിക്കണം, ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കണം, ഒത്തിരി ഒത്തിരി ഉപവസിക്കണം, ഒത്തിരി ഒത്തിരി ദൈവകൃപ പ്രാപിക്കണം. വലിയ ശക്തിയോടുകൂടെ വേണം 2023 കഴിഞ്ഞ് 24ലേക്ക് പ്രവേശിക്കുവാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ഓർപ്പിക്കുന്നു. സ്വത്രം, സ്വത്രം, സ്വത്രം. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാം വാ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിനോട് കാര്യം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വാചകത്തിൽ യേശുവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഫോൺ വിളിക്കുന്ന ശബ്ദത്തിലെങ്കിലും പ്രാർത്ഥിച്ചാട്ടെ. ഉദാരബ ശാന്തര. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, 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 യേശുവേ.
ദരബലവ ഷദ്ധരതല ഠിയാതല. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാട്ടെ. അവരുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഒരിടം അന്വേഷിച്ചാട്ട്, ഒരിടം വിട്ടുകൊടുത്താട്ട്. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ തിരുസന്നി ഞങ്ങൾ പ്രാർത്ഥിച്ച് കൃപയുടെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ ഈ കാലത്ത് ഞങ്ങളൊരു കർത്താവിൽ ജനിച്ചൊരു സഹോദരനാണെന്ന്, യേശുവിന് കൂട്ടാളിയാണെന്ന്, യേശുവിൻ്റെ രാജ്യത്തിന് സഹിഷ്ണുതയിലും കൂട്ടാളിയാണെന്ന്, ദൈവജന നിമിത്തം യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നു എന്ന് പറയുവാൻ, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ള ഐഡൻറ്റിറ്റി യോഹന്നാന് ലഭിച്ചതുപോലെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിനിയും അടുത്ത